PM ശ്രീ പദ്ധതിക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSU മാർച്ച്. വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പോലീസ് 7 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ, 7 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകർ പിരിഞ്ഞുപോയോ? സമരം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ദിവ്യ. 7 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു സമരവുമായിട്ടാണ് ഇന്ന് KSU PM3 പദ്ധതിക്കെതിരെ രംഗത്ത് വന്നത്. ആദ്യം ശാന്തമായിട്ടാണ് ഈ സമരം ആരംഭിച്ചതെങ്കിലും പിന്നീട് ഇത് അക്രമാസക്തമാവുകയായിരുന്നു. പോലീസ് നേരെ പലവട്ടം ഈ KSU പ്രവർത്തകർ വടിയും അതേപോലെ കല്ലും എറിയുന്ന ഒരു ഘട്ടമുണ്ടായി. അങ്ങനെയാണ് പോലീസ് 7 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചത്. ഈ സമരത്തിനിടയിൽ ഒരു KSU പ്രവർത്തകനും ഒരു KSU പ്രവർത്തകയ്ക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഏതായാലും ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞത്. കേരളത്തിന്റെ വിദ്യാർത്ഥി മേഖലയെ സംഘീവൽക്കരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കില്ല എന്നാണ് അലോഷ്യസ് സേവ്യർ അറിയിച്ചത്. എന്ത് നയവ്യതിയാനമാണ് CPM ഇപ്പോൾ ഉണ്ടായതെന്ന് വ്യക്തമാക്കണം. കാവി കാണുമ്പോൾ പിണറായി സർക്കാരിന് പ്രേമമാണ് അതിനോട്. ഏതെങ്കിലും സ്കൂളിന്റെ മുന്നിൽ PM3 ബോർഡെന്ന് വെച്ചാൽ അത് KSU എത്തി ഉറപ്പായും വലിച്ചു ദൂരെ എറിയുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സമരമുഖത്തേക്ക് ഒരുമിച്ച് പോരാടാൻ വേണ്ടി AISFനെ കൂടി ഇപ്പോൾ KSU ക്ഷണിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ കണ്ണുരുട്ടലിൽ അവർ വീണില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് എന്നുള്ളൊരു സമരം ഉണ്ടാവട്ടെ എന്നാണ് KSU ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ പ്രതീകാത്മകമായിട്ട് MOU അത് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവ്യ, ശരി, ശക്തമായ പ്രതിഷേധമായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കാണ് KSU മാർച്ച് നടത്തിയത്. പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. 7 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത്.